നമസ്കാരം. ശ്രീസ് ലേണിംഗിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 100ാമത്തെ ഇസ്രോ വിക്ഷേപണത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ GSLV NVS 02, GSLV NVS 03, GSLV NVS 04, GSLV NVS 01. ആൻസർ ഓപ്ഷൻ എ ആണ്. GSLV NVS 02 ആണ്. 100ാമത്തെ ISROയുടെ വിക്ഷേപണത്തിന്റെ പേരെന്താണ്? ISROയുടെ 100ാമത്തെ വിക്ഷേപണത്തിന്റെ പേരെന്താണ്? GSLV NVS 02. വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുമാണ് ശ്രീഹരിക്കോട്ട. അപ്പോൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുമാണ് 100ാമത്തെ ISROയുടെ 100ാമത്തെ വിക്ഷേപണം നടത്തിയത്. അതിൻ്റെ പേര് GSLVS 02 ആണ്. ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്തിയത്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. ISROയുടെ 11ാമത്തെ ചെയർമാനാണ് ആര്? ഡോക്ടർ വി നാരായണൻ. ഇപ്പോൾ വി നാരായണൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ്. ISROയുടെ 100ാമത്തെ വിക്ഷേപണമാണ് GSLV NVS 02. വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രമാണ്, ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാർ ആരാണ്? ഓപ്ഷൻ എ വെസ്റ്റ് ബംഗാൾ, ബി കേരളം, സി ആന്ധ്രാപ്രദേശ്, ഡി മഹാരാഷ്ട്ര. ആൻസർ ഓപ്ഷൻ എ ആണ്, വെസ്റ്റ് ബംഗാൾ ആണ്. അപ്പോൾ 2024 സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാർ ആരാണ്? വെസ്റ്റ് ബംഗാൾ ആണ്. സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ 2024 നടന്നത് 78ാം പതിപ്പാണ്. അപ്പോൾ 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ് 2024 നടന്നത്. പശ്ചിമബംഗാൾ ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത്? കേരളത്തിനെതിരെയാണ് പശ്ചിമബംഗാൾ വിജയിച്ചത്. 2024 സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാർ വെസ്റ്റ് ബംഗാൾ ആയത് കേരളത്തിന് എതിരെയാണ് മത്സരിച്ചത്. ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചാണ് ബംഗാളിന് സന്തോഷ് ട്രോഫി കിരീടം സ്വന്തമാക്കിയത്. 33ാം സന്തോഷ് ട്രോഫി കിരീടമാണ് ആർക്ക് ലഭിക്കുന്നത്? പശ്ചിമ ബംഗാളിന് ലഭിക്കുന്നത്. 2016-17 പശ്ചിമ ബംഗാളിനും കേരളത്തിന് 2021-22 അവസാനമായിട്ട് ട്രോഫി ലഭിച്ചത്. അപ്പോൾ പശ്ചിമ ബംഗാളിന് 2016-17 കേരളത്തിന് 2021-22 അവസാനമായിട്ട് സന്തോഷ് ട്രോഫി ലഭിച്ചത്. അപ്പോൾ 2024 സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരായത് ആരാണ്? വെസ്റ്റ് ബംഗാളാണ്. സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ 78ാം പതിപ്പാണ് 2024 നടന്നത്. പശ്ചിമ ബംഗാൾ ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത്? കേരളത്തിനെതിരെയാണ്. ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചാണ് ബംഗാൾ 33ാം സന്തോഷ് ട്രോഫി കിരീടം സ്വന്തമാക്കിയത്. പശ്ചിമ ബംഗാൾ 2016-17 കേരളം 2021-22 അവസാനമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ. 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ പ്രമേയം എന്താണ്? ഓപ്ഷൻ എ സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും. ഓപ്ഷൻ ബി സുസ്ഥിര വികസനത്തിനായുള്ള യുവജന ഡിജിറ്റൽ പാതകൾ. ഓപ്ഷൻ സി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഓപ്ഷൻ ഡി സഹകരണം സുസ്ഥിര പരിഹാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഏതാണ് ആൻസർ? 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ പ്രമേയം സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും. സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കുമെന്ന ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ പ്രമേയം എന്താണ്? സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും എന്നതാണ്. 2024 ജൂൺ 19 UN ജനറൽ അസംബ്ലി ഇത് പ്രഖ്യാപിച്ചത്. 2ാം തവണയാണ് UN സഹകരണ സ്ഥാപനങ്ങൾക്കായി അന്താരാഷ്ട്ര വർഷം ആചരിക്കുന്നത്. അപ്പോൾ 2ാമത്തെ തവണയാണ് UN സഹകരണ സ്ഥാപനങ്ങൾക്കായിട്ട് അന്താരാഷ്ട്ര വർഷം ആചരിക്കുന്നത്. 2024 ജൂൺ 19 UN ജനറൽ അസംബ്ലി ഇത് പ്രഖ്യാപിച്ചത്. 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ പ്രമേയമാണ് സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും എന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സോനാമാർഗ് തുരങ്കം എവിടെയാണ്? സോനാമാർഗ് തുരങ്കം. ഓപ്ഷൻ എ അരുണാചൽ പ്രദേശ്, ബി ജമ്മു കാശ്മീർ, സി ആന്ധ്രാപ്രദേശ്, ഡി മഹാരാഷ്ട്ര. ഏത് ഓപ്ഷനാണ്? സോനാമാർഗ് തുരങ്കം എവിടെയാണ്?
ആൻസർ ഓപ്ഷൻ ബി ആണ്. ജമ്മു കാശ്മീരിലാണ് സോനാമാർഗ് തുരങ്കം. അപ്പോൾ 2025 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സോനാമാർഗ് തുരങ്കം ജമ്മു കാശ്മീരിൽ ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിവാദ് സേ വിശ്വാസ് പദ്ധതി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിവാദ് സേ വിശ്വാസ് പദ്ധതി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കൃഷി, ഓപ്ഷൻ ബി നികുതി, സി ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഡി വിദ്യാഭ്യാസം. ആൻസർ ഓപ്ഷൻ ബി ആണ്, നികുതിയാണ്. അപ്പോൾ നികുതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് വിവാദ് സേ വിശ്വാസ് പദ്ധതി. തർക്കമുള്ള നികുതി, പലിശ പിഴകൾ എന്നിവ പരിഹരിക്കുന്നതിന് ഇത് സൗകര്യമൊരുക്കുന്നു. പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾക്ക് ആദായ നികുതി നിയമപ്രകാരം പ്രോസിക്യൂഷന് നിന്ന് ഈ പദ്ധതി പ്രതിരോധശേഷി നൽകുന്നു. അപ്പോൾ തർക്കമുള്ള നികുതിയും പലിശ പിഴവുകൾ എന്നിവ പരിഹരിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് ഇത് വിവാദ് സേ വിശ്വാസ് പദ്ധതി. അപ്പോൾ വിവാദ് സേ വിശ്വാസ് പദ്ധതി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നികുതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. തർക്കമുള്ള നികുതിയും പലിശ പിഴവുകൾ എന്നിവ പരിഹരിക്കുന്നതിനായി സൗകര്യമൊരുക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് വിവാദ് സേ വിശ്വാസ് പദ്ധതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ പെരുമാൾ മുരുകൻ, ബി ഖാലിദ് ജാവേദ്, സി ഉപമന്യു ചാറ്റർജി, ഡി ബെന്യാമിൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, ഉപമന്യു ചാറ്റർജിയാണ്. അപ്പോൾ 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉപമന്യു ചാറ്റർജിക്കാണ്. ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. അപ്പോൾ ഉപമന്യു ചാറ്റർജിയുടെ ഏത് കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്? 2024 JCB പുരസ്കാരം ലഭിച്ചത് ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് ഉപമന്യു ചാറ്റർജിക്ക് 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. സാഹിത്യ സൃഷ്ടികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക അവാർഡ് നൽകുന്നത് JCB പുരസ്കാരത്തിനാണ്. JCB പുരസ്കാരം എത്ര രൂപയാണ്? 25 ലക്ഷം രൂപയാണ് JCB സാഹിത്യ പുരസ്കാരം. മലയാളത്തിൽ ആദ്യമായി ലഭിച്ചത് 2018 ബെന്യാമിനാണ്. 2018 മലയാളത്തിൽ ആദ്യമായിട്ട് ലഭിച്ചത് JCB പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ബെന്യാമിനാണ്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവലിനാണ്. അപ്പോൾ ഏത് നോവലിനാണ് ബെന്യാമിനെ JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹനാക്കിയത്? മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നാണ് 2018. അപ്പോൾ 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉപമന്യു ചാറ്റർജിക്കാണ്. കൃതി ഏതാണ്? ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ്. എത്ര ലക്ഷം രൂപയാണ് സാഹിത്യ പുരസ്കാര തുക? 25 ലക്ഷം രൂപയാണ് JCB സാഹിത്യ പുരസ്കാര തുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരള ഗവർണർ ആരാണ്? ഓപ്ഷൻ എ നിതിൻ മധുകർ ജംദാർ, ബി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, സി സഞ്ജീവ് ഖന്ന, ഡി ആരിഫ് മുഹമ്മദ് ഖാൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അപ്പോൾ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2025 സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ സിംഗിൾസ് കിരീടങ്ങൾ നേടിയത് ആരാണ്? ഓപ്ഷൻ എ ജാഷ്മോദിയും യശസ്വിനിയും, ബി മനുഷായും ദിയ ചിതാലിയും, സി പയസ് ജെയിൻ ശ്രീജ അകുല, ഡി ആകാശ് പാൽ സിൻഡ്രേല ദാസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, മനുഷായും ദിയ ചിതാലിയുമാണ്. അപ്പോൾ 2025 സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ സിംഗിൾസ് കിരീടങ്ങൾ നേടിയത് ആരൊക്കെയാണ്? മനുഷായും ദിയ ചിതാലിയുമാണ്. 2025 സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസ് കിരീടം മനുഷ നേടിയത് ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തിയിട്ടാണ്? പയസ് ജെയിനെ 4-1 പരാജയപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ മനുഷ്യ ആരെയാണ് പരാജയപ്പെടുത്തിയത്? പയസ് ജെയിനെയാണ്. പയസ് ജെയിനെ 4-1 പരാജയപ്പെടുത്തിയത്. 1926 ന്യൂഡൽഹി ആസ്ഥാനമായി സ്ഥാപിതമായ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് സ്ഥാപിതമായത്? 1926 സ്ഥാപിതമായത്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് ആസ്ഥാനം. 2025 സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്?
മനുഷ്യായും ദിയ ചിദാലയുമാണ്. ആരെയാണ് മനുഷ്യ പരാജയപ്പെടുത്തിയത്? ഫൈനലിൽ പയസ് ജെയിനെയാണ് പരാജയപ്പെടുത്തിയത്. ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായതെന്നാണ്? 1926 ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ട് പ്രകാരം 2023-24 അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാട് കടത്തിയത് ഏത് രാജ്യത്തെ പൗരന്മാരെയാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ട് 2023-24 അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാട് കടത്തിയത് ഏത് രാജ്യത്തെ പൗരന്മാരെയാണ്? ഓപ്ഷൻ എ ന്യൂസിലൻഡ്, ബി ബംഗ്ലാദേശ്, സി ആഫ്രിക്ക, ഡി നൈജീരിയ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൈജീരിയയാണ്. 2023-24 കാലയളവിൽ 2331 വിദേശികളെയാണ് നാടുകടത്തിയത്. അതിൽ 1470 പേർ എവിടെ നിന്നുള്ളതാണ്? നൈജീരിയയിൽ നിന്നുള്ളതാണ്. 411 പേർ ബംഗ്ലാദേശിൽ നിന്നും, 78 പേർ എവിടെ നിന്നാണ്? ഉഗാണ്ടയിൽ നിന്നും ഉള്ളവരാണ്. അപ്പോൾ 2023-24 കാലയളവിൽ ആകെ 2331 വിദേശികളെയാണ് നാട് കടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ നാട് കടത്തിയത് ഏത് രാജ്യത്തെ പൗരന്മാരെയാണ്? നൈജീരിയ പൗരന്മാരെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നഗോബ ജദാര ഉത്സവം ആഘോഷിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഒഡീഷ, ബി കർണാടക, സി മഹാരാഷ്ട്ര, ഡി തെലങ്കാന. ആൻസർ ഓപ്ഷൻ ഡി ആണ്, തെലങ്കാനയിലാണ്. അപ്പോൾ തെലങ്കാനയിലാണ് അടുത്തിടെ നഗോബ ജദാര എന്ന ഉത്സവം ആഘോഷിച്ചത്. തെലങ്കാനയിലെ ആദിലാബാദ് ജില്ലയിൽ കെസ്ലാപൂർ ഗ്രാമത്തിൽ ആഘോഷിക്കുന്ന ഗോണ്ടു ഗോത്രങ്ങളിലെ മെസ്രാ വംശജരുടെ 8 ദിവസത്തെ ഗോത്ര ഉത്സവമാണ് നാഗോബ ജദാര. അപ്പോൾ നഗോബ ജദാര എന്നത് എത്ര ദിവസത്തെ ഉത്സവമാണ്? 8 ദിവസത്തെ ഉത്സവമാണ് നഗോബ ജദാര എന്നത്. ഇത് ഏത് ഗോത്രത്തിൽപ്പെടുന്നതാണ്? ഗോണ്ടു ഗോത്രങ്ങളിലെ മെസ്രാ വംശജരുടെ ഉത്സവമാണിത് നാഗോബ ജദാര എന്ന ഉത്സവം. ഇത് തെലങ്കാനയിലെ ആദിലാബാദ് ജില്ലയിലെ കെസ്ലാപൂർ ഗ്രാമത്തിൽ ആഘോഷിക്കുന്നതാണ്. ഏത്? നാഗോബ ജദാര എന്ന ഉത്സവം. ഗോണ്ട് ഗോത്രക്കാർ അവതരിപ്പിക്കുന്ന, ഗോണ്ട് ഗോത്രങ്ങളിലെ നർത്തകർ അവതരിപ്പിക്കുന്ന മറ്റൊരു നൃത്തമാണ് ഗുസാഡി നൃത്തം. അപ്പോൾ ഗുസാഡി നൃത്തവും ഗോണ്ട് ഗോത്രക്കാരുടെ ഒരു നൃത്തമാണ് ഇത് ഗുസാഡി നൃത്തം. അപ്പോൾ ഗുസാഡി നൃത്തം ഏത് ഗോത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗോണ്ട് ഗോത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗുസാഡി നൃത്തം. എവിടെയാണ്? തെലങ്കാനയിലാണ്. അപ്പോൾ ഗോണ്ട് ഗോത്രങ്ങളിലെ മെസ്രാ വംശജരുടെ 8 ദിവസത്തെ ഗോത്ര ഉത്സവമാണിത് നാഗോബ ജദാര എന്ന ഉത്സവം. അപ്പോൾ അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് നാഗോബ ജദാര ഉത്സവം ആഘോഷിച്ചത്? തെലങ്കാനയിലാണ് നാഗോബ ജദാര ഉത്സവം ആഘോഷിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരി ആരാണ്? ഓപ്ഷൻ എ കാമി റിത്ത, ബി താഷി മാലിക്, സി കാമ്യ കാർത്തികേയൻ, ഡി നുങ്ഷി മാലിക്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, കാമ്യ കാർത്തികേയനാണ്. അപ്പോൾ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരി ആരാണ്? കാമ്യ കാർത്തികേയനാണ്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? കാമ്യ കാർത്തികേയനാണ്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. എന്നാൽ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ആരാണ്? ജ്യോതിരാത്രയാണ്. ജ്യോതിരാത്രയാണ് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? കാമ്യ കാർത്തികേയനാണ്. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരി ആരാണ്? കാമ്യ കാർത്തികേയനാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? ഓപ്ഷൻ എ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, വീരമണി രാജു, ആലപ്പുഴ രംഗനാഥ്, ശ്രീകുമാരൻ തമ്പി. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. അപ്പോൾ 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഹരിവരാസന പുരസ്കാരം.
2012 ആദ്യമായിട്ട് പുരസ്കാരം നൽകിയത്. ആദ്യമായി ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KJ യേശുദാസിനാണ്. അപ്പോൾ ഹരിവരാസന പുരസ്കാരം ആദ്യമായി നൽകിയതെന്നാണ്? 2012 ആർക്കാണ് ആദ്യമായിട്ട് ലഭിച്ചത്? KJ യേശുദാസിനാണ്. എത്ര രൂപയാണ് ഹരിവരാസന പുരസ്കാര തുക? 1,00,000 രൂപയാണ്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് ഹരിവരാസന പുരസ്കാരം. 2025 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. 2024 ആർക്കാണ് ലഭിച്ചത്? PK വീരമണിദാസനാണ് 2024 ലഭിച്ചത്. തമിഴ് പിന്നണി ഗായകനായ PK വീരമണിദാസനാണ് 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കേരളം, ബി തമിഴ്നാട്, സി രാജസ്ഥാൻ, ഡി കർണാടക. ഇപ്പോൾ ഏത് സംസ്ഥാനമാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ്, കേരളമാണ്. അപ്പോൾ കേരളമാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. അപ്പോൾ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത്? കൊല്ലം ജില്ലയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ എ PN ഗോപികൃഷ്ണൻ, ബി ബെന്യാമൻ, സി സാറ ജോസഫ്, ഡി കെ അരവിന്ദാക്ഷൻ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കെ അരവിന്ദാക്ഷനാണ്. അപ്പോൾ 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കെ അരവിന്ദാക്ഷനാണ്. ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. കെ അരവിന്ദാക്ഷന് കിട്ടിയത് 54ാമത് ഓടക്കുഴൽ പുരസ്കാരമാണ്. അപ്പോൾ 54ാമത് പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത്? കെ അരവിന്ദാക്ഷന് ലഭിച്ചത്. കൃതി ഏതാണ്? ഗോപ. ഗോപ എന്ന നോവലിനാണ് കെ അരവിന്ദാക്ഷന് 54ാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 30,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഓടക്കുഴൽ പുരസ്കാരം. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാര തുക എത്രയാണ്? 30,000 രൂപയാണ് ഓടക്കുഴൽ പുരസ്കാര തുക. ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെ ഭാര്യയായ യശോധര എന്ന ഗോപ ചോദ്യം ചെയ്യുന്നതാണ് ഗോപ എന്ന നോവലിന്റെ ഇതിവൃത്തം. അപ്പോൾ ഗോപ എന്ന നോവലിന്റെ ഇതിവൃത്തം എന്താണ്? ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെ ഭാര്യയായ യശോധര എന്ന ഗോപ ചോദ്യം ചെയ്യുന്നതാണ് ഗോപ എന്ന നോവലിന്റെ ഇതിവൃത്തം. ഈ ഗോപ എന്ന നോവലിനാണ് കെ അരവിന്ദാക്ഷന് 54ാമത് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവാരാണ്? PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ആർക്ക് ലഭിച്ചത്? PN ഗോപികൃഷ്ണന് ലഭിച്ചത്. അപ്പോൾ 54ാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ്? കെ അരവിന്ദാക്ഷനാണ്. കൃതി ഏതാണ്? ഗോപ. ഗോപ എന്ന നോവലിനാണ്. എന്താണ് അതിലെ ഇതിവൃത്തം? ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെ ഭാര്യയായ യശോധര എന്ന ഗോപ ചോദ്യം ചെയ്യുന്നതാണ്. ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ്? 30,000 രൂപയാണ് ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ്. കൃതി ഏതാണ്? കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ആർക്ക് 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്? PN ഗോപികൃഷ്ണന്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി സ്വന്തമാക്കിയത് ഇടുക്കിയാണ്. ഇടുക്കിയുടെ വിസ്തീർണം എത്രയാണ്? ഓപ്ഷൻ എ 4612 ചതുരശ്ര കിലോമീറ്റർ, ഓപ്ഷൻ ബി 4611 ചതുരശ്ര കിലോമീറ്റർ, സി ഓപ്ഷൻ 4610 ചതുരശ്ര കിലോമീറ്റർ, ഡി 4609 ചതുരശ്ര കിലോമീറ്റർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇടുക്കിയുടെ വിസ്തീർണം എത്രയാണ്? 4612 ചതുരശ്ര കിലോമീറ്റർ ആണ്. എന്തിന്റെ വിസ്തീർണം? ഇടുക്കിയുടെ വിസ്തീർണം. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കിയുടെ വിസ്തീർണം എത്രയാണ്? 4612 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഹൃദയസ്ഥമാക്കിയിട്ട് പോകാം. നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. ഇസ്രോയുടെ 100ാമത്തെ വിക്ഷേപണം ഏതാണ്? GSLV NBS 02 ആണ്. വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം ശ്രീഹരിക്കോട്ടയിലാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഡോക്ടർ വി നാരായണൻ. എത്രാമത്തെ ചെയർമാനാണ്?
ഡോക്ടർ വി നാരായണൻ ISROയുടെ 11ാമത്തെ ചെയർമാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 സന്തോഷ് ട്രോഫി ലഭിച്ചത് ആർക്കാണ്? വെസ്റ്റ് ബംഗാളിനാണ്. വെസ്റ്റ് ബംഗാൾ പരാജയപ്പെടുത്തിയ ടീമിനെയാണ്, കേരളത്തെയാണ്. 33ാമത് സന്തോഷ് ട്രോഫി കിരീടമാണ് ബംഗാളിന് ലഭിച്ചത്. ഫൈനൽ കേരളത്തെ തോൽപ്പിച്ചാണ്. 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ പ്രമേയം എന്താണ്? സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും. 2025 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സോനാമാർഗ് തുരങ്കം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. വിവാദ സേ വിശ്വാസ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നികുതിയുമായി. തർക്കമുള്ള നികുതി, പലിശ പിഴവുകൾ എന്നിവ പരിഹരിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുന്ന ഒരു പദ്ധതിയാണിത്, വിവാദ് സേ വിശ്വാസ് പദ്ധതി. 2024 JCB പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഉപമന്യു ചാറ്റർജിക്കാണ് ലഭിച്ചത്. കൃതി ഏതാണ്? ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. 25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. മലയാളത്തിൽ ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? 2018 ബെന്യാമിനാണ്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവലിന്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 2025 സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? മനുഷായും ദിയ ചിതാലയുമാണ്. ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായതെന്ന് 1926. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 2025 സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസ് കിരീടം മനുഷ നേടിയത് ആരെയാണ് പരാജയപ്പെടുത്തിയത്? പയസ് ജെയിനെയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് 2023-24 ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാട് കടത്തിയത് ഏത് രാജ്യത്തെ പൗരന്മാരെയാണ്? നൈജീരിയയിലെ. നാഗോബ ജദാര ഉത്സവം ഏത് സംസ്ഥാനത്താണ് ആഘോഷിച്ചത്? തെലങ്കാനയിലാണ്. ഗുസാടി നൃത്തം ഏത് ഗോത്രവർഗക്കാരുടേതാണ്? ഗോണ്ട് ഗോത്രവർഗക്കാരുടേതാണ്. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാണ്? വനിത എന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയനാണ്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യക്കാരി ആരാണ്? കാമ്യ കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ആരാണ്? ജ്യോതി രാത്രി. 2025 ഹരിവരാസന പുരസ്കാരം ആർക്ക് ലഭിച്ചു? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. 2024 ആർക്കാണ് ലഭിച്ചത്? PK വീരമണിദാസിനാണ്. എത്രയാണ് ഹരിവരാസന പുരസ്കാര തുക? 1 ലക്ഷം രൂപയാണ്. 2012 ആദ്യമായി പുരസ്കാരം നൽകിയത് ആർക്കായിരുന്നു? KJ യേശുദാസിന്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏത്? കേരളം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? കൊല്ലമാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2024 ഓടക്കുൾ പുരസ്കാരം ലഭിച്ചതാർക്ക്? K അരവിന്ദാഷനാണ്. കൃതി ഏതാണ്? ഗോപ. ഓടക്കുൾ പുരസ്കാര തുക എത്രയാണ്? 30,000 രൂപയാണ്. എന്തായിരുന്നു ഗോപ എന്ന നോവലിലെ ഇതിവൃത്തം? ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെ ഭാര്യയായ യശോധര എന്ന ഗോപ ചോദ്യം ചെയ്യുന്നതാണ്. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി ഇടുക്കിയൊക്കെയാണ്. ഇടുക്കിയുടെ വിസ്തീർണം എത്രയാണ്? 4612 ചതുരശ്ര കിലോമീറ്റർ ആണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.